എവിടെ ഇങ്ങനെ നിൽക്കണ പൂവ്? ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ആ അപ്പോഴേ വേനൽക്കാലമായി തുടങ്ങിയിട്ടോ നമ്മുടെ ഇവിടെ ചപ്പ് കത്തിക്കലും ഒക്കെ. എന്താ വെച്ചിട്ടാ വൈകുന്നേരം ആകുമ്പോഴേ നിറച്ച് കൊതു കേട്ടോ. എങ്ങനെ പോയാലും അല്ല പൊന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെള്ളം വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ വെള്ളം വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അടുപ്പിൽ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അച്ചോ അവിടെ ആ ചൂലൊന്നും എടുത്തിട്ട് വന്നാ. അപ്പോൾ വെള്ളം നിറയ്ക്കുക. എന്താണ് എന്തൊരു കൊതുകല്ലേ ഈ സമയത്ത്. കൊതു ഭയങ്കര കൊതു കേട്ടോ. ഇവിടെ മാത്രമല്ല വൈകുന്നേരം രാവിലെ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചോരി ഇട്ടിട്ട് പോയിട്ടോ. എന്നിട്ട് മിറ്റവും ഒക്കെ തുണി നനച്ചിടാം. അപ്പം ആദ്യം അത് ഒന്ന് ചെയ്യട്ടെ. നമ്മുടെ ഇവിടെ കാവിട്ടോടെ കണ്ടില്ല ഇന്നലെ സിമൻറ്റ് ഇതാക്കിയിട്ട്. ഈ ചെറിയ അടുപ്പിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കണോ? ചെറുതിലും വേണമായിരുന്നോ? ചെറുതിൽ അതിനെ ആക്കുമ്പോൾ ഇങ്ങോട്ടല്ലേ വരിക? അപ്പുറത്ത് നനഞ്ഞോട്ടെ, സ്ലാബ് തന്നെയുള്ളതന്നെയാണേ. അങ്ങനെയല്ല വേണ്ട. ഇനി ഒഴിക്കണോ? നിറച്ചൊഴിക്കണോ? ഇന്ന് കൊട്ടിക്കലാശാത്രയല്ലേ? ബിനോട്ടം വന്നിരുന്നു. ആ എന്താ പ്രചരണം ലാസ്റ്റ് ദിവസമല്ലേ ഇപ്പം ഇന്ന്. ഒന്ന് ഉമ്മനഴി എല്ലാ ആൾക്കാരോടും നല്ല അടിപൊളി പരിപാടി ഉണ്ടാവും കേട്ടോ. അപ്പം അതാണ് പറയുന്നത്. കുട്ടികൾ പോണം 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 പറഞ്ഞിരുന്നു. അച്ചുട്ടി നോക്കിയക്ക് കയർ ചാട്ടം ചാട്ടണ കണ്ടോ? അച്ഛൻ ആ സംഭവം വാങ്ങിക്കൊടുക്കണം കേട്ടാ. അയ്യോ ഉണ്ണി അതാ അത് കൂടെ വെള്ളം പോണ കേട്ടാ. ഇത് കൂടെ വരുന്ന വെള്ളാണേ. അതെ അടുപ്പ് നിറഞ്ഞോട്ടെ. കണ്ട കുഞ്ഞ കണ്ട കണ്ട പൊന്നു ചെലിക്കാൻ നോക്ക്. പാറപ്പൊടി ചെലിക്ക് നോക്ക് പൊന്നേ. എന്താ കുട്ടി കാണിക്കത്ത്? മൂന്നാമത്തെ കുഴിയിൽ ഒന്നില് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് മറ്റേലില്ലേ അവര് വെള്ളം വെക്കാൻ പറഞ്ഞു. അപ്പൊ വെള്ളം വെച്ച് കഴിഞ്ഞു വെച്ചാല് വേഗം എന്താവും പറഞ്ഞിട്ടാ. ഈ അടുപ്പ് കത്തുമ്പല്ലേ ഇതിന്റെ ഇവിടെ ഷട്ടറിട്ട് മൂടി കഴിഞ്ഞാൽ ഇതിലേക്ക് ചൂട് വരും. അപ്പൊ ഇതില് കത്തിച്ച് കഴിഞ്ഞാൽ ഇതിൽ വെച്ച സാധനം ചൂടാവും. മനസ്സിലായോ? അതാണ് അതിന്റെ ഡിഫറൻസ്. പോരെ? ഇനി നിറയ്ക്കണോ? ഇനി നിറയ്ക്കണ്ടേ? ഇനി ആ വെള്ളം പോവുകയാണേ. അതിന് വെള്ളം പോവാ. നീ അതിലല്ലേ ഒഴിച്ചു, നീ ഇതിലൊഴിച്ചോ. ഈ വെള്ളല്ലേ ഇതാണ്ടോ വരുന്നുണ്ടോ? കണ്ടോ ഇവിടെ ഈ സൈഡ് വന്ന് നോക്കിയൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ വെള്ളം കുറച്ചുകൂടെ പോകും. അതന്നെ കുറച്ചുകൂടെ പോകുന്നത്. ഇതാണ്ട് ഇവിടുന്ന് ആ പുക. കുഞ്ഞ് അയ്യോ അത് കേടെടുത്ത്. ആ സാധനം അടപ്പാണേ. അത് എടുത്ത് പൊന്തിച്ച് താത്തിക്കിട്ട് കഴിഞ്ഞ് പിന്നെ ആദ്യം അവര് വിളിച്ച് വരുത്തണം. അവര് സിമന്റ് ഉരുട്ടി 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 ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. ആ ചൂലൊന്നും എടുത്തിട്ട് വന്ന വെച്ചു. ഇവിടെ വിളക്ക് വയ്ക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ. ഇതാ ഞങ്ങളെ കണ്ടതും പപ്പൂന് ഭയങ്കര ബുദ്ധിമുട്ടായി. ചെലിക്കാണ്. എന്താ കാവി ഇടുമ്പോ നമ്മള് ചെലിച്ചില്ലേ അതുപോലെ ചെലിക്കാണ് അവൻ. ഇനി സ്ലാബിൻ്റെ കൂടെ വെച്ചാൽ മതി. പുറത്തു കൂടെ വെച്ചാൽ മതി. അല്ലേ അത് കൂടെ ഈ സൈഡ് നനഞ്ഞിട്ടില്ലേ? ഈ സൈഡ് നനഞ്ഞിട്ടില്ലേ? ആ വെള്ളം കൂടെ തോന്നിയാ എൻ്റെ കുഞ്ഞുമില്ല ഇവിടെ. എന്താ ഇത് പിടിക്കാനേ. കുഞ്ഞാക്കിട്ട് കുത്തരുത് കേട്ടോ. ഇതിനുള്ളവിടെ പൊളിഞ്ഞു കഴിഞ്ഞ് പിന്നെ അവർ നേരാക്കി തരില്ലടാ. വടിയിട്ട് കുത്താൻ പാടില്ലേ? അവിടെ ഈ സൈഡ് ഇവരില്ലേ ഇത് ചെയ്തല്ലോ പെയിന്റിങ്ങിന് കുഞ്ഞു. അതതിന്റെ കൂടെ തന്നെ വയസ്സിന് അടിച്ച് ഞാൻ വയസ്സിന് പിടിക്കും. പെയിന്റ് അടിച്ചോ? ആ ഇവിടെ താഴേക്കൊന്ന് പെയിന്റ് അടിച്ചിട്ടുള്ളൂ. അയ്യോ ഇവിടെ കുഞ്ഞു പെയിന്റ് അടിച്ചോടൊക്കെ വെള്ളക്കറുപ്പ് പോയിട്ടോ. ഇതാണ്ടോ കറുപ്പും. അയ്യോ അത് കൂടെ വെള്ളാക്കിയ. അതിനത് കൂടെ വെള്ളാക്കിയതല്ല. അത് അതിന് വന്നതാണ് കണ്ടോ. ആ വെള്ളം ഒഴിക്കാതിരിക്കണ ഇതാണ്ടോ ഇവിടെ വയസ്സിന് പോയി അവിടുത്തേന്ന്. കടന്നിങ്ങനെ കത്തട്ടെ കേട്ടോ. ഇവിടെ അടിച്ചു കൂട്ടിയതാണ്. ബാക്കിയുള്ളവിടെയൊക്കെ അടിക്കലൊക്കെ കഴിഞ്ഞു. അടിക്കലും തീരലും കഴിഞ്ഞു. ഇവിടെ മാത്രം എന്താ രണ്ടാലും കൂടി നോട്ടം നോട്ടം. അയ്യോ
എന്താ പറഞ്ഞിട്ടാ ഇവിടെ വൃത്തിയാക്കുക വൃത്തിയാക്കുക. ഇനി നമ്മളെന്താ വിചാരിച്ചേക്കണമെന്നറിയോ, ഇത് മറയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഫങ്ഷൻ ആകുമ്പോൾ. അല്ലെങ്കിൽ ഇത് പൊളിച്ചിട്ട് ഇത് കൂടെ വരാൻ എന്താ ആൾക്കാർക്ക് ഇറങ്ങാനുള്ള രീതിയിൽ ഇങ്ങനെ ആക്കണം എന്നുള്ളത്. ഞാനതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് കൂടെ അല്ലേ ഈ ഭാഗത്ത് കൂടെ നമ്മുടെ ചെമ്പരത്തി കൊമ്പുകൾ ഇങ്ങനെ വെക്കുക. കുറച്ച് അടുപ്പിച്ച് ചെമ്പരത്തി കൊമ്പുകൾ ആ സൈഡിൽ കൂടെ. കാരണം എന്താണെന്നറിയോ, മണ്ണ് അങ്ങോട്ട് താഴേക്ക് പോവുകയല്ലേട്ടാ, ഒലിച്ചിറങ്ങിയിട്ട് പോവുകയാണ്. ഇതാണ്ടില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ. ഇപ്പോൾ ചെമ്പരത്തി കൊമ്പ് വയ്ക്കുമ്പോൾ എന്താണെന്നറിയോ, ആ മണ്ണ് അവിടെ വേര് പിടിച്ച് നിൽക്കുമല്ലോ അല്ലേ. ഇവിടെ ഒന്ന് തുടയ്ക്കണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തമില്ല. അവിടെ നിന്ന് അടിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഒന്നും ചെയ്യണ്ട. അതല്ല ഇവിടെ നോക്കി നോക്ക് കേട്ടോ. നിലത്തൊന്നും ചെയ്യണ്ട കേട്ടോ. നിലത്തോ ഇന്നൊന്നും ചെയ്യണ്ട, നാളെ ചെയ്താൽ മതി. ഈ ചളി തന്നെയല്ലേ ചവിട്ടി കയറുക. ഇന്നിപ്പോൾ ഒന്നും ചെയ്യണ്ട, അതൊന്ന് സെറ്റ് ആവട്ടെ, പ്രൈമർ അടിച്ചൊന്ന് സെറ്റ് ആവട്ടെ. കണ്ടോ ദിവസം ഞാൻ രാവിലെ തുടച്ചിട്ടതാ, വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെയും അലങ്കോലാവും. ഞാൻ ആ പച്ച സംഭവം വാങ്ങാൻ പറഞ്ഞത് ഏട്ടനെടുത്ത്, ഏട്ടൻ വാങ്ങിയില്ല അല്ലേ. കുട്ടിക്കലാശം എല്ലാ പാർട്ടിക്കാരും കൂടി അവിടെ പോയിട്ട് എന്താ കാണിക്കുന്ന നിൽക്കാറില്ല. ഞാൻ കണ്ട കാലമായിട്ട് പോയിട്ടില്ല. എല്ലാവരും കൂടി ഒരു ഒത്തുചേരലാണ്. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയില്ല ആരൊക്കെ എന്നൊക്കെ അറിയില്ല. അച്ചു ഏതൊക്കെ ആൾക്കാർ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെന്ന് ഞാൻ കണ്ടിട്ടില്ല, വീഡിയോ കൂടെ കാണാനില്ലാണ്ടൊക്കെ അറിയില്ല. അത് കൊട്ടിക്കലാശാണ് എന്ന് പറയുന്നു കേട്ടൂലേട്ടാ. എന്ത് ഇപ്പൊ നമ്മളെ എന്ത് ഭാഷ നമ്മള് എന്താണ്ടോ ഇതില് ചവിട്ടി ഇതത്തെ ചളി ഇതൊക്കെയായിട്ടാണ് രാവിലെ ഇതാണ്ടോ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ തുടച്ചിട്ടും പിന്നെ രാവിലെയും തുടച്ചിടും. എന്നാലും പിന്നെയും എന്താ പണി കഴിയാത്ത കളറ് മാറില്ല, അങ്ങനെയുണ്ട് അല്ലേ. അവിടെ പിടിച്ച് പോവില്ല, ചേർത്തി മെല്ലെ തുടച്ചാൽ. പൊന്നാരി മതി മുത്തേ കളിച്ചത്. ഇവിടെ ഇറങ്ങി കച്ചറുട്ടി. ആ കേക്ക് ആയി തന്നെ ഉണ്ടാക്കിട്ട് തിന്നട്ടോ, നല്ലതായിരിക്കും. എന്ത് സാധനം കണ്ടാൽ. എവിടുന്ന കള്ളിത്തല കിട്ടിയേട്ടാ? കള്ളിത്തലയൊക്കെ കിട്ടി അവിടെ. എവിടുന്ന കിട്ടി? പൊന്നൂൻ്റെ വീട്ടിൽ. അമ്മുക്കുട്ടി വിളക്ക് വെച്ചിട്ട് പോയതാട്ടോ. അപ്പം ഇങ്ങനെ നമ്മളില്ലേ എന്താ പറയുക, കുറച്ച് നേരം ഇങ്ങനെ വന്നിരിക്കും വൈകുന്നേരം ആകുമ്പോൾ. എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ കിടക്കാറാകുമ്പോഴാണ് കേട്ടോ വരാറുള്ളൂ. അപ്പോൾ ദിവസം വിളക്ക് വയ്ക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വെക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അവർ തന്നെയാണ്. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടി വലിയ വിളക്കുണ്ട് കേട്ടോ, നിലവിളക്ക്. പക്ഷെ അത് അതിനേക്കാളും നല്ല ഇതല്ലേ, ചെറുതല്ലേ അല്ലേട്ടാ, കുട്ടികൾക്ക് കൊണ്ടുവന്ന് വയ്ക്കാനും. നമ്മളിങ്ങനെ ഇവിടെ ഒരു തിരി ഇവിടെ ഒരു തിരിയൊക്കെ വെക്കാറുണ്ട്. ഇന്നിപ്പോൾ അമ്മ എന്താണെന്നറിയില്ല ഒരു തിരി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് തിരി വെക്കണോ അതോ ഇങ്ങനെ ഒരു തിരി വെക്കണതോ? വെക്കുകയാണോ? രണ്ട് തിരിയാണ് വെക്കുക. അതാണ്ടോ അതന്നെ അമ്മ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചേക്കണുണ്ടോ. ചിലപ്പോൾ അച്ഛനൊക്കെ ഒരു തിരി വെക്കണ കാണാം അല്ലേ. ഇവിടെ അച്ഛനൊക്കെ ഒരു തിരി വെക്കണ കാണാം കേട്ടോ. അപ്പോൾ ശരിക്കും അപ്പുറം തിരി വെക്കുകയാണ് ചെയ്യാറ്. ഇതിൻ്റെ ഐതിഹ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണല്ലേ ഏട്ടാ. പറഞ്ഞതൊക്കെ അറിയില്ല. വിളക്ക് കത്തിക്കേണ്ടതിൻ്റെ പൂജയും കാര്യങ്ങളൊന്നും ഇന്നലല്ലേ. അങ്ങനെ കണ്ടിട്ടുണ്ട്. രണ്ട് തലക്കിലെങ്കിലും അപ്പുറം തിരിയിട്ട് കത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പം എന്താണെന്നറിയോ പ്രശ്നം, നമുക്ക് ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് പണിയുടെ ഇതായതും കൊണ്ട് വൃത്തിയാക്കലും കാര്യങ്ങളും അവിടുത്തെ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇരിക്കാൻ സമയം കിട്ടില്ല അല്ലേ. ഇതിനൊക്കെ പിന്നെ ഒരാളെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അതൊന്നും നടക്കില്ല. നമ്മൾ ചെയ്യണ പോലെയല്ല. ജനലാണോ വെച്ചാലും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് വെച്ചാൽ ഓരോ ഭാഗം പെയിൻറ്റ് ജനല് വൃത്തിയാക്കാനുണ്ട്. ഇത് പെയിൻറ്റ് ബക്കറ്റ് കണ്ടില്ലേ, പെയിൻറ്റിൻ്റെ ഇവിടെ പെയിൻ്റ് അടിക്കണ്ടായിരുന്നു അതിൻ്റെത്.
എന്താ നമ്മുടെ വീടിൻ്റെ ഉമ്മറൊക്കെ കണ്ടോ, കുട്ടികളുള്ളതും കൊണ്ട് ഒരു പെയിൻ്റ് അടി കഴിഞ്ഞുള്ളൂ, ചളിയിൽ കുളിച്ചേക്കണ കണ്ടോ. ഇനി ഇതൊക്കെ നമ്മളൊരു വലിയ നല്ല വെള്ള തുണി എടുത്തിട്ട് കഴുകിയിട്ട് വേണം തുടയ്ക്കാൻ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു ഇനി ഫംഗ്ഷൻ ആവാറാവട്ടെ എന്നിട്ടേലോ തുടയ്ക്കുക എന്നുള്ളത്. നല്ല അവിടെയും കഴുകണം. കുഞ്ഞെന്നിട്ട് പറയും, കുഞ്ഞ അങ്ങനെ ചെയ്യണ്ട കേട്ടോ പൊന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും വലിയമ്മ ഒന്ന് പെയിൻ്റ് അടിച്ചാൽ മതിയെന്ന്. തൊടാതിരിക്കണേക്കാട്ടിലും നല്ലതാണ്, എളുപ്പമാണ് പെയിൻ്റ് അടിക്കൽ. അവൻ്റെ വിചാരം അതാണ്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല എല്ലാവിടെയും നല്ല വെള്ള കളറൊക്കെ, അധികം വെള്ള തന്നെ അടിച്ചേക്കണത്. അപ്പോൾ പിന്നെ ഫുള്ളും ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് കേട്ടോ. അതൊക്കെ ഓരോ ഉള്ളിലത്തേക്ക് കുറേ കഴിഞ്ഞു, ഇങ്ങനെ പുറമെ. അതാണ് നമുക്കൊരു കുക്കിംഗ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കേട്ടോ. അല്ലേ, അടുത്തവരൊക്കെ പറയും ആരെങ്കിലും വിളിച്ചുകൂടെ സഹായത്തിന് എന്നുള്ളത്. ഇപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുഭാഗം വൃത്തിയാക്കൽ കഴിഞ്ഞു ചേട്ടാ. ചുറ്റുഭാഗം മൊത്തം വൃത്തിയാക്കൽ കഴിഞ്ഞു. ഇനി അവിടെ മാത്രമേ ഉള്ളൂ. അവിടെ മെറ്റലും പാറപ്പൊടിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മൾ വരുമ്പോൾ വെള്ളം അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള സ്ഥലം അവിടെയാണ് കേട്ടോ. പിന്നെ മറ്റേവിടെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വൃത്തിയാക്കണം. ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതും കൊണ്ട് അവർ വരും തോന്നണില്ല അല്ലേ. 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അറിയില്ല എന്താണ് ഇടപാട്. ലാസ്റ്റ് സമയമായപ്പോഴേക്കും സത്യം പറയാ വെച്ചാലേ നമ്മൾ നല്ല രീതിയിൽ എല്ലാവരുടെയും വീട് പണി ലാസ്റ്റ് സമയമാകുമ്പോഴേക്കും കുഴഞ്ഞു മറിയില്ലേ. പിന്നെ സമയം ഉണ്ടായിട്ടും കൂടി അങ്ങനെയായി. പിന്നെ നമുക്കൊരു എത്രയൊക്കെ നോക്കിയാലും പണിക്കാർ വരണ്ടേ. പിന്നെ നാളെ പറയും. പിന്നെ ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ പണി അറിയുന്ന ആൾക്കാരുള്ളതും കൊണ്ടാണ് കേട്ടോ. പണി അറിയാത്ത ആൾക്കാരൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ എല്ലാം അവരവരുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുകയാണ് പറഞ്ഞു വെച്ചാൽ ഒരു വീട് പണി എന്ന് പറയുന്നത് സത്യം പറയാച്ചാലേ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ചേട്ടാ. കടമ്പ നമ്മുടെ ജീവിതത്തിലെ നല്ല ഇതിപ്പോൾ എന്താ വെച്ചാൽ മരപ്പണിയുടെയാണ് വെച്ചാലും ഇൻറ്റീരിയർ വർക്കാണ് പറഞ്ഞു വെച്ചാലും ഏട്ടനറിയാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഏട്ടൻ പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് ഏട്ടൻ ചെയ്യാൻ നിന്നിട്ടുണ്ട്. വയറിങ്ങിൻ്റെ കാര്യങ്ങൾ, സ്വിച്ച് കാര്യങ്ങൾ എന്തൊക്കെ വേണ്ടി വെച്ചാൽ അതൊക്കെ ചെയ്യാൻ നിന്നിട്ടുണ്ട്. പിന്നെ മട്ടി കൂട്ടിക്കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ അനിയനാണ് പറഞ്ഞു വെച്ചാലും അനിയന് പണി അറിയും കൊണ്ട് അനിയനും എല്ലാ കാര്യത്തിനും നമുക്ക് സപ്പോർട്ടായി നിൽക്കും കൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ പെട്ടു സത്യം. എല്ലാം ഒരാൾക്ക് ഇന്നത്തെ കൂലിയും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ ഓരോരുത്തർ ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ. അപ്പം ഞാൻ വിളക്കില്ലേ ഉള്ളിക്ക് വെക്കട്ടെ. ചന്ദനത്തിന് നമ്മളിവിടെ പുറത്ത് വയ്ക്കും കേട്ടോ. തുണികളെ കൊണ്ടുവന്നിട്ടിട്ട് സുകന്യ മറന്നു പോയിക്കണു. ഇത് കൊണ്ടോട്ടെ. ഇത് നമുക്ക് കിച്ചുട്ടാ ഇത് പഠിക്കിട്. ഇത് ഇവിടെ ഉള്ളതാ. ഇതിങ്ങോട്ട് ഇട്. കട്ടിൽ അത് സാരില്ല. അങ്ങോട്ട് കിച്ചു ഷർട്ട് ഇട്ടിട്ടില്ല. കിച്ചു ഇത് കൊണ്ടുപോയിക്കാന്നാ. ഓടി വാ. ആ പൊന്നു നോക്കി വെക്ക് മണ്ണ് കളിക്കുന്നു. ഇവിടെ ലൈറ്റ് ഇടാനേ പാടില്ല കേട്ടോ. ഇവിടെ ലൈറ്റ് ഇട്ടാൽ അവനപ്പം കളിക്കണം. വൈകുന്നേരം വരെ അവൻ്റെ കളി നിൽക്കുകയില്ല കേട്ടോ. ഇനി ഒരു 11 മണി വരെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് പാവം ഉറങ്ങാൻ വിളിച്ച് തൊയരം കെടുത്തണം. അപ്പം നമുക്ക് പോയാലോ അങ്ങോട്ട്? കുറച്ച് നേരം ഞാൻ വിളക്ക് വെച്ചിട്ട് അത് കെടുത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടാ. വാ പൊന്നു വാ. അങ്ങോട്ട് പോവാ, അമ്പടിച്ച് പോവാ. പാപ്പ ഇവിടെ അച്ഛൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പാ അച്ഛൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിന്റെ പാപ്പയാണെങ്കിൽ നീ അടുത്ത് തന്നില്ലേ? അച്ഛൻ എടുത്ത് വെച്ചിട്ടില്ല അങ്ങോട്ട്. ഇവിടത്തെ ഇത് അടയ്ക്കണായിരുന്നു തുണി വെച്ചിട്ട്. എന്താ ചെയ്യാ? അമ്മായിക്ക് അമ്മായിയുടെ വീട്ടിക്ക് പോണ്ടേ? പൊന്നൂന് നോക്കിട്ട് ഇരുന്നാ മതിയോ? അമ്മായി പോയി പറഞ്ഞ സങ്കടപ്പെട്ടാലോ? നന്നായി. അമ്മായി പോയി സുകന്യേ അമ്മായി വീട്ടിക്ക് പോണത്രേ. രാവിലെ അയ്യപ്പ കാണാൻ പോണത്രേ. ഇതിപ്പോ രാവിലെ ടൂറിന് ഇറങ്ങി കഴിഞ്ഞ ഒരാഴ്ചക്കുള്ള ഓട്ടം ഉണ്ട് അവന്റെ കണക്കില്. ദിവസം ഇപ്പൊ എന്താ പറയണ അയ്യപ്പ കാണണം മലയ്ക്ക് മാല ഇടണം. ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വേണിട്ട് നമുക്ക് മലയ്ക്ക് മാല ഇടാൻ പറഞ്ഞിട്ടാണ് നിക്കണത്. മലയ്ക്ക് മാല ഒക്കെ അല്ലേ. പ്രാവശ്യം പിന്നെ അധികം നോമ്പെടുക്കാണ്ട് വേഗം പോയിട്ട് വരണല്ലേ ഏട്ടാ. അങ്ങനെയല്ലേ ചെയ്യണം? അത്രേനെ പറ്റൂ. ഇവിടെ വീട്ടിൽ എത്ര ആൾക്കാർ പെണ്ണുങ്ങൾ എത്ര ഉണ്ടാവും, പിന്നെ എങ്ങനെ കൂടുതൽ നോമ്പെടുക്കും?
അപ്പം അത് ഞാൻ വേണമെങ്കിൽ മാറിയിരുന്നോളാം, പക്ഷെ വെച്ചുണ്ടാക്കണ്ടേ അല്ലേ? എല്ലാവരും മാറി ഇരുന്നിട്ട് എന്ത് ചെയ്യും? എല്ലാവരും മാറിയിരിക്കും. അപ്പം ഈ എന്ത് ചെയ്യും? നാളെ വരുന്നുണ്ടോ പെയിന്റ്? നിങ്ങൾ വന്നാ വാങ്ങാ ലേട്ടാ, നിങ്ങൾ വന്നാ വാങ്ങാ. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഇന്ന് ഇവിടെ കുറേ പഴയ പാത്രങ്ങളല്ല, പഴയ സാധനങ്ങൾ കൊടുത്തപ്പോൾ അവർ തന്നതാണ് കേട്ടോ. ഒന്ന് വെറുതെ തന്നതാണ്, പകരം തന്ന. അവർ പിന്നെ ഇതാണ്ടോ, ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അരിമുളകിൻ്റെ വിത്തൊക്കെ അമ്മ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മണ്ണിട്ടിട്ട് അരിമുളകും വിത്തും ഒക്കെ നടാലോ എന്ന് വിചാരിച്ചു. ഇനി നമുക്കൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കണ്ടേ അല്ലേ സുകന്യെ? വേണ്ടേ? നിങ്ങൾ അതിലുണ്ടാക്കുകയാണെങ്കിൽ 1.5-2-3 ഏക്കറൊക്കെയുള്ള അപ്പം നാളെ നമ്മുടെ ഇവിടെ പെയിന്റ് അടിക്കാൻ തുടങ്ങും. അപ്പം നാളെ നേരത്തെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ പുറത്തേക്ക് വെച്ച് ഇവിടെ അടിച്ച് കഴുകി വിടാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നെ നാളെ രാവിലെ ആകുമ്പോൾ അടിച്ച് കഴുകി വിടാമല്ലോ അല്ലേ? ഇവിടേക്ക് അടിച്ച് കഴുകി വിടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മൾ ഇവിടെ തൊട്ടടുത്തില്ലേ നമ്മുടെ സുന്ദരി അടുത്തിണ്ട് കേട്ടോ. സുന്ദരി അടുത്തിന്ന് പോയി കാണട്ടെ. കുറേ ദിവസം കഴിയുമ്പോഴല്ലേ അവർ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സിന് ഭയങ്കര സമാധാനക്കേടാണ്. പിന്നെ വീട് പണി കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവരണം വിചാരിച്ചാണ്. നമുക്ക് കൊണ്ടുവരണല്ലേ കേട്ടോ, ഓട്ടോയിൽ പോയിട്ട് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ പോയി എല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൊണ്ടുവരണം. അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഇന്ന് പിന്നെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കണില്ല. സത്യം പറയാ, ചവടിയും ഇവിടെയൊക്കെ പണിയെടുത്തിട്ട് ചടച്ചു. രണ്ടോടത്തും കൂടി ആകുമ്പോൾ വൈകുന്നേരം അവയ്ക്കൊക്കെ വെയ്യ തോന്നും. ഇവിടെ നമ്മുടെ അമ്പലത്തിൽ താലപ്പൊലിയുടെ ചെണ്ടകൊട്ട് ചുറ്റുവിളക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അല്ലേ, ചുറ്റുവിളക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കൊട്ട് കേട്ടിട്ടാണ് നമ്മുടെ പപ്പു ഇങ്ങനെ ബഹളം വെക്കുന്നത്. അപ്പോൾ ഞാനില്ലേ വീഡിയോ നിർത്തുകയാണേ. ഇങ്ങനെയുള്ള ചെറിയ വീഡിയോസുകൾ കുറച്ച് ദിവസം പ്രതീക്ഷിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് കുക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയാച്ചാൽ എടുക്കാമല്ലോ ഏട്ടാ. പറ്റിക്കൊള്ളുന്നില്ല. സന്തോഷിക്കാലോ നാളെ നല്ല നമുക്ക് സന്തോഷിക്കാലോ. എന്തെന്നറിയോ സന്തോഷിക്കാൻ? നമ്മുടെ പുതിയ വീട്ടിൽ പുതിയ അടുപ്പിൽ അല്ലേ, പുതിയ സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ നാടൻ കറികളും വെറൈറ്റി കറികളും ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ അല്ലേ. കുറച്ച് ദിവസം കൂടിയും കാത്തിരിക്കുക. അപ്പോൾ കുറേ പേര് നമ്മളോട് മെസ്സേജ് ഇട്ടിട്ടും വിളിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. കുറേ എനിക്ക് വിളിക്കാൻ പറ്റും. എൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കണോ. ഇത് കഴിഞ്ഞാലും ഫംഗ്ഷൻ കഴിഞ്ഞാലും നമുക്കിങ്ങനെ വിളിച്ച് സംസാരിക്കാമല്ലോ അല്ലേ. തിരക്കൂട്ടണ്ട, അത് കഴിഞ്ഞാലും നമുക്ക് വിളിക്കാമല്ലോ. പിന്നെ സമാധാനത്തിൽ വിളിച്ച് സംസാരിക്കും. ഇപ്പോൾ ഫംഗ്ഷനോടനുബന്ധിച്ചുള്ള വിളികളും അതിൻ്റെ മെസ്സേജും ലൊക്കേഷൻ അയച്ചു കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഒരാളെ നമ്മൾ വിളിക്കണേക്കാളും നല്ലതല്ലേ നമ്മൾ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചെയ്തു കൊടുക്കണം. നമുക്കൊരു സമാധാനമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇത് ചെയ്തു എന്നുള്ളതിലേട്ടാ അത് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.